മുൻപ് കാട്ടാൻ ആക്രമണമെന്നത് വല്ലപ്പോഴും മാത്രം കേട്ടിരുന്ന ഒന്നാണ്. എന്നാൽ ഇന്ന് സ്ഥിതി അങ്ങനെയല്ല. മുണ്ടക്കയവും പുഞ്ചിരിമട്ടവുമെല്ലാം വന്യജീവികൾ കൈയടക്കി കഴിഞ്ഞു. 6 മാസം മുൻപ് വരെ ജനനിബിഡമായിരുന്ന മുണ്ടക്കയും പുഞ്ചിരിവട്ടവും ഇന്ന് വന്യമൃഗങ്ങളുടെ സ്വൈരവിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. തൊട്ടടുത്ത ചൂരൽമലയിലും അട്ടമലയിലും കാട്ടാനകൾ പകലും എത്താൻ തുടങ്ങി. കുട്ടികൾ ഓടിക്കളിച്ചിരുന്ന മുണ്ടക്കൈ സ്കൂൾ മുറ്റത്ത് പകൽ പലപ്പോഴും ആവി പറക്കുന്ന ആനപ്പിണ്ടവും കാണാം. ഉരുൾപൊട്ടലുണ്ടായ ശേഷം പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ എന്നിവിടങ്ങളിലെ ആളുകളെ പൂർണ്ണമായി മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ബാധിക്കാത്ത കുറച്ച് സ്ഥലം മാത്രമാണ് ജനവാസമുള്ളത്. അട്ടമലയിൽ ഉരുൾപൊട്ടൽ ബാധിച്ചില്ല. എന്നാൽ ചൂരൽമലയിലെ ബെയിലിപ്പാലം കടന്നു വേണം അട്ടമലയിലേക്ക് പോകാൻ. ഉരുൾപൊട്ടലിനെ തുടർന്ന് അട്ടമലയിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതുമാണ്. എന്നാൽ ഏതാനും ആദിവാസികൾ അവിടെ തന്നെ താമസം തുടരുകയായിരുന്നു. എസ്റ്റേറ്റിലും മറ്റും ജോലി ചെയ്താണ് ഇവർ ജീവിക്കുന്നത്. അവരിലൊരാളായ ബാലനെയാണ് കഴിഞ്ഞ രാത്രി കാട്ടാന ചവിട്ടിയരച്ചത്. ഉരുൾപൊട്ടലിന് ശേഷം ആളുകൾ ഒഴിഞ്ഞുപോയി എങ്കിലും പലരുടെയും കൃഷിഭൂമിക്ക് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏലവും കാപ്പിയും കുരുമുളകും പതിവ് പോലെ തന്നെ വിളയുന്നുമുണ്ട്. എന്നാൽ വന്യമൃഗങ്ങൾ പകൽ സമയത്തും എത്തുന്നതിനാൽ തന്നെ വിളവെടുക്കാൻ പോലും തോട്ടങ്ങളിലേക്ക് പോകാനാവാത്ത സാഹചര്യമാണ്. ഉരുൾപൊട്ടലിന് ശേഷം ഇവിടേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചതാണ് പ്രധാന പ്രശ്നം. തെരുവ് വിളക്കുകളെങ്കിലും പുനഃസ്ഥാപിക്കണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടുവെങ്കിലും ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. ഇതിനിടെ വന്യമൃഗങ്ങൾ വിളകൾ നശിപ്പിക്കാനും തുടങ്ങിയിട്ടുണ്ട്. രാവിലെയും വൈകിട്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നതിനാൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ തേയില എസ്റ്റേറ്റിലും പണിയെടുക്കാനായി തൊഴിലാളികൾക്ക് മടിയാണ്. ഉരുൾപൊട്ടലിന് മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ പകുതി സ്ഥലത്ത് മാത്രമേ ഇപ്പോൾ തേയില നുള്ളുന്നുള്ളൂ. തൊഴിലാളികളിൽ പലരും മറ്റ് എസ്റ്റേറ്റുകളിലേക്ക് മാറിപ്പോവുകയുമാണ്. മാറ്റിപ്പാർപ്പിച്ചു കഴിഞ്ഞാലും സ്ഥലത്തിന് മേൽ നാട്ടുകാർക്ക് ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത്. കൃഷി ഉൾപ്പെടെ ചെയ്യാമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇവിടേക്ക് മനുഷ്യർക്ക് ചെല്ലാൻ പറ്റാത്ത സ്ഥിതിയായി. വീട്ടിലേക്ക് പോകുകയായിരുന്ന ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. ഉരുൾപൊട്ടലിന് മുൻപ് ഈ സ്ഥലങ്ങളിൽ വല്ലപ്പോഴും മാത്രമാണ് കാട്ടാനകൾ എത്തിയിരുന്നത് എങ്കിൽ ഇവിടെയെല്ലാം ഇപ്പോൾ വന്യമൃഗങ്ങൾ കൈയടക്കി കഴിഞ്ഞിരിക്കുകയുമാണ്.